ആർ എസ് എസിൻ്റെ ചീഫ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന പല ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു വിരുദ്ധാഭിപ്രായം രേഖപ്പെടുത്തുന്നു. ബാബരി മസ്ജിദ് ആൻഡ് അയോധ്യ മൂവ്മെൻ്റ് ഒരു സ്പെഷ്യൽ കേസായിരുന്നു. അതിൻ്റെ പിന്നാലെ പള്ളികളുടെ എല്ലാം താഴെ പോയി ഈ കുഴിച്ചു നോക്കൽ വേണ്ട, അത് ശരിയല്ല, ഇന്ത്യയുടെ ഒരു ഐക്യം നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം വേണമെന്ന മട്ടിലൊക്കെയാണ് ആർ എസ് എസ് ചീഫ് മോഹൻ ഭഗവത് സംസാരിക്കുന്നത്. ഇതിന് മുമ്പും പലപ്പോഴും ഹിന്ദുത്വയുടെ ഇത്തരം പൊളിറ്റിക്കൽ പ്രോജക്റ്റുകളുടെ കുറുകെ അദ്ദേഹം നിൽക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റ്സ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നോക്കൂ, ആർ എസ് എസിൻ്റെ അവരുടെ മുഖമാസിക എന്ന് വിളിക്കുന്ന ഓർഗനൈസറിനകത്ത് തൻ്റെ എഡിറ്റർ ലേഖനം എഴുതിയിരിക്കുന്നു. അതായത് ആർ എസ് എസ് ചീഫിനെ അദ്ദേഹം ഒരർത്ഥത്തിൽ തള്ളി പറയുകയാണ്. ഇന്ത്യയുടെ പുരാതനമായ സംസ്കൃതിയിലേക്ക് തിരിച്ചു പോവുകയും നീതി നടപ്പിലാക്കപ്പെടുകയും ആ നിലയ്ക്കുള്ള തുല്യത ഉറപ്പാക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന മറ്റുള്ള ഒരു ലേഖനം എഴുതിക്കൊണ്ട് ആർ എസ് എസ് ചീഫിൻ്റെ ഈ നിലപാടിന് എതിരായി ഒരു പൊസിഷൻ പ്രഖ്യാപിക്കുകയാണ് അവർ. അപ്പോൾ ആർ എസ് എസിൻ്റെ ചീഫും പുറത്ത് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ഹിന്ദുത്വ പ്രോജക്റ്റ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണെന്ന് വേണമെങ്കിൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. സത്യത്തിൽ അങ്ങനെയാണോ? സത്യത്തിൽ ആർ എസിന് ഒരു ഒറ്റ പ്ലാനേ ഉള്ളോ? ശബ്ദമാണോ രണ്ടായി തോന്നുന്നത്? അതോ സത്യത്തിൽ ഈ പുതിയ കാലത്ത് ആർ എസ് എസ് രണ്ടായി മാറുകയോ അല്ലെങ്കിൽ പുതിയ ഒരു നവീനമായ ചിന്ത പങ്കുവയ്ക്കുകയോ ചെയ്യുകയാണോ? എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക എന്നതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നു നമ്മൾ ഇവിടെ. അജിംസ് എന്താണ് തോന്നുന്നത്? മോഹൻ ഭാഗവത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഈ ഡിവിസീവായ അറ്റ്മോസ്ഫിയർ കണ്ടിട്ട് മടുത്തിട്ട് കുറച്ചുകൂടി ഹെൽത്തിയായ രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുന്നതാണോ ഈ കാണുന്നത്? നിഷാദ്, നമ്മൾ ഈ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ടാണ് മോഹൻ ഭാഗവത് ഇതിനെതിരെ സംസാരിക്കുന്നത്? ഇത് ശരിക്കും ആർ എസ് എസിൻ്റെ നയമാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം, ആർ എസ് എസ് ഒരിക്കലും ചിന്തിക്കുന്നത് പറയുന്ന സംഘടനയല്ല. അവർ അകത്ത് ചിന്തിക്കുന്നതല്ല, പുറത്ത് സംസാരിക്കുക, ഒരു കാര്യം. രണ്ട്, പരസ്പര വിരുദ്ധമായി പല കാര്യങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് അവർക്ക് ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കാര്യം നോക്കുക. ഇപ്പോൾ ആർ എസ് എസ് സ്ഥാപകൻ KB ഹെഡ്ഗേവാർ, അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. ഇപ്പോഴും ചാനൽ ചർച്ചകളിലൊക്കെ BJP RSS പ്രതിനിധികൾ നിന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹം 2 വട്ടം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. അത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനാണെന്നാണ് പറയുക. അദ്ദേഹം തീർച്ചയായിട്ടും ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ തവണ അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിക്കുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്താങ്ങിക്കൊണ്ട് പ്രസംഗിച്ചതിനാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്താങ്ങി വളരെ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ളൊരു പ്രസംഗം നടത്തി അദ്ദേഹത്തിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിലിട്ടു. പക്ഷേ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാരനാണെങ്കിൽ അദ്ദേഹം ഗാന്ധിയെ അംഗീകരിക്കണമല്ലോ, ഗാന്ധിജിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം. ആ സമയത്ത് ഗാന്ധിജി പറഞ്ഞെന്താണ്? ജയിലിൽ പോകുന്ന കോൺഗ്രസ്സുകാരും അവിടെയുള്ള ജയിലധികാരികളോട് സഹകരിക്കരുത്, നമ്മുടെ രാഷ്ട്രീയം അവിടെ തന്നെ നിലനിർത്തണം എന്നാണ് പറഞ്ഞത്. KB ഹെഡ്ഗേവാറിൻ്റെ തന്നെ ജീവചരിത്രം പറയുന്നു, അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് 11 കിലോ തൂക്കം കൂടിയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഴയ ഡ്രസ്സുകൾ അദ്ദേഹത്തിന് പാകമാവുന്നില്ല എന്നാണ്. ആ സമയത്ത് ഒരു രാഷ്ട്രീയ തടവുകാരൻ 11 കിലോ തൂക്കം വർദ്ധിക്കണമെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിന് ഒബിസിറ്റി എന്ന രോഗം വരണം, അല്ല തൈറോയിഡ് പ്രശ്നം ഉണ്ടാവണം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് അധികാരികളിൽ നിന്ന് സുഖലോലുപമായ ഒരു ജീവിതം അവിടെ ലഭിച്ചു എന്നാണ് അതിനർത്ഥം. രണ്ടാമത് അദ്ദേഹം ജയിലിൽ പോകുന്നത് എന്തിനാണെന്നറിയോ? അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ടല്ല പോകുന്നത്. അദ്ദേഹം രണ്ടാമത് ജയിലിൽ പോകുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനും നിസ്സഹകരണ പ്രസ്ഥാനത്തിനും RSS എതിരായിരുന്നു എന്നറിയാമല്ലോ. അപ്പോൾ ഇദ്ദേഹം ജയിലിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ അധികം ആളുകൾ ഉപ്പ് സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത് കുറേ അധികം ആളുകൾ കോൺഗ്രസ്സുകാർ ജയിലിൽ വരും. കോൺഗ്രസ്സുകാർക്കിടയിൽ RSSൻ്റെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ബോധപൂർവം ഒരു പ്ലോട്ട് ഉണ്ടാക്കി ജയിലിൽ പോവുകയാണ് ചെയ്തത്. അവിടെ വെച്ച് അദ്ദേഹം അവിടെ വന്ന് കിടക്കുന്ന ആളോട് പറയുന്നുണ്ടല്ലോ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നിങ്ങൾ സമയം പാഴാക്കരുത്, നമുക്ക് വേറെ പണിയുണ്ട് എന്ന്. ആ പുസ്തകത്തിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണത്. അപ്പോൾ ഒരു വശത്ത് പ്രചരിപ്പിക്കുക അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു പ്രചരിപ്പിക്കുക, മറുവശത്ത് മറ്റൊന്ന് പറയുക. ഇനി എന്തുകൊണ്ടാണ് മോഹൻ ഭാഗവത് കഴിഞ്ഞ 10 വർഷമായി നമുക്ക് സെക്യുലർ എന്ന് തോന്നുന്ന ചില നിലപാടുകൾ പൊതുവേദികളിൽ പറയുന്നതെന്ന് വെച്ചാൽ, മോദി അധികാരത്തിലെത്തിയതിനു ശേഷം RSS അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സംഘടനയാണ്. അതുവരെ ഇന്ത്യയിൽ RSSനെ ഗ്ലോബൽ കമ്മ്യൂണിറ്റി അങ്ങനെ അധികം വാച്ച് ചെയ്യാറില്ല. അതൊരു റൈറ്റ് വിങ് ഫാഷിസ്റ്റ് സംഘടന, അവിടെ പ്രവർത്തിക്കുന്നു, അവിടെ ഭരണകൂടങ്ങൾക്ക് തന്നെ ഇഷ്ടമല്ലാത്തൊരു സംഘടന എന്നേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇന്നങ്ങനെയല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരൻ്റ് ഓർഗനൈസേഷനാണ് RSS എന്ന് ലോകം മുഴുവൻ ഗ്ലോബൽ കമ്മ്യൂണിറ്റി നോക്കുകയാണ്. അപ്പോൾ RSS എന്ത് പറയുന്നു എന്നുള്ളത് ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ സ്ക്രൂട്ടിനിയിൽ വരും. മുമ്പ് നമുക്കറിയാം 2014 മുമ്പ് RSS ചീഫ് എല്ലാ വിജയദശമി ദിനത്തിലും നാഗ്പൂരിലെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പതാക ഉയർത്തുകയോ പഥസഞ്ചലനം നടത്തുകയോ ചെയ്താൽ അത് മാധ്യമങ്ങളിൽ വാർത്ത പോലും ആവുമായിരുന്നില്ല. 2014 മുതൽ ദൂരദർശൻ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് വിജയദശമി ദിനത്തിലെ പഥസഞ്ചലനം, RSS ചീഫിൻ്റെ പ്രസംഗവും. സ്വാഭാവികമായും ഈ RSS ചീഫ് വാ തുറന്നാൽ ANI എന്ന് പറയുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി അത് പോയി റിപ്പോർട്ട് ചെയ്യും. ANI അത് റിപ്പോർട്ട് ചെയ്താൽ ഇന്ത്യയിലെ നാഷണൽ മീഡിയ മുഴുവൻ അത് റിപ്പോർട്ട് ചെയ്യും. നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്താൽ അത് ഗ്ലോബൽ ശ്രദ്ധയിൽ വരും. ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി അത് ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ
RSS ചീഫ് ഒരു പൊതുവേദിയിൽ നിന്ന് പ്രസംഗിക്കുകയും അവിടെ മാധ്യമങ്ങളെത്തുകയും ചെയ്താൽ RSS ചീഫ് ഒരിക്കലും അവരുടെ ആശയമായിരിക്കില്ല പറയുക, പകരം ഇന്ത്യയെക്കുറിച്ചുള്ള RSSനെ കുറിച്ചുള്ള ഒരു സെക്യുലർ നറേറ്റീവ് സൃഷ്ടിക്കാൻ ആവശ്യമായ പ്രസ്താവനകൾ നടത്തും. എന്നിട്ട് അതാർക്ക് വേണ്ടിയാണ്? അത് ഗ്ലോബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ്. അതിൻ്റെ കാരണം കൂടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അമേരിക്കയിൽ RSSനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അവിടുത്തെ പ്രോഗ്രസീവ് സൊസൈറ്റിയിൽ നിന്ന്. അതായത് RSSൻ്റെ തന്നെ അവിടുത്തെ ഓഫ് ഷൂട്ടായിട്ടുള്ള ഹിന്ദു സേവാ സമിതി HSS എന്ന് പറയുന്ന സംഘടനയെ ബാൻ ചെയ്യണമെന്നും അവർ ഫണ്ട് കളക്ട് ചെയ്ത് RSSനെ ഇങ്ങോട്ട് ഫണൽ ചെയ്യുന്നത് ഇവിടെ മൈനോറിറ്റീസിനെ കൊന്നൊടുക്കാൻ വേണ്ടിയാണെന്നും അമേരിക്ക അവരുടെ ഈ മതസ്വാതന്ത്ര്യം സംബന്ധിച്ചുള്ള റിപ്പോർട്ടിൽ നിരന്തരം ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യമാണ്. അത് തടയണമെന്ന് ആവശ്യമായിട്ട് അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫണ്ടിങ് തടയാതിരിക്കുക, ഫണ്ടിങ് നിലനിർത്തുക, RSSൻ്റെ മറ്റ് രാജ്യങ്ങളിലെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുക, അവിടെ നിന്നുള്ള ഭരണകൂടങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷമായി ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ആളുകൾ പശുക്കടത്തിൻ്റെ പേരിൽ തല്ലി കൊന്നിരുന്ന സമയത്ത് RSS മിണ്ടുന്നില്ല. ഇടയ്ക്ക് പോയിട്ട് പറയും അത് ചെയ്യരുത്, ഈ പരിപാടി പറ്റില്ല എന്ന് പറയും. പക്ഷേ അവരുടെ സംഘപ്രവർത്തകർ വായിക്കുന്ന അവരുടെ മുഖമാസികയിൽ അവരെന്ത് പറയും? അങ്ങനെയല്ല എന്ന് പറയും. അപ്പോൾ RSS ചീഫ് ഒരു വശത്ത് പറയുന്നു എല്ലാ പള്ളികളുടെ അടിയിൽ പോയിട്ട് ശിവലിംഗം തടയേണ്ട, എല്ലാത്തിനും കേസുമായി പോകണ്ട എന്ന് പറയും. പക്ഷേ അവരുടെ എഡിറ്റോറിയൽ, ഓർഗനൈസറിൻ്റെ എഡിറ്റോറിയൽ എന്താ കൃത്യമായിട്ട് പറയുന്നത്? പള്ളികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. സിവിലൈസേഷണൽ ജസ്റ്റിസ് വേണം. അതായത് നമ്മുടെ ഒരു പഴയ സിവിലൈസേഷനാണ്. പഴയ കാലത്ത് നേരിട്ടുള്ള അനീതികൾ പരിഹരിക്കപ്പെടണം. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഇപ്പോൾ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാഗരികമായി നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ നാഗരികതയെ അധിനിവേശം ചെയ്തവർ നമ്മളോട് ചെയ്ത പാപങ്ങൾ, ആ പാപങ്ങൾ തുറന്നു കാട്ടപ്പെടണം. അതിൽ സത്യമറിയാനുള്ള ശ്രമങ്ങളെയാണ് ഇപ്പോൾ ചിലർ തടയുന്നത് എന്നാണ് പച്ചയ്ക്ക് പറയുകയാണ്. അപ്പോൾ ഇതാരാ വായിക്കുന്നത്? ഇത് RSSകാരാണ് വായിക്കുന്നത്. മറ്റതാരാ കേൾക്കുന്നത്? മറ്റ് ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ്. ഈ ഒരു സ്വഭാവം RSS അതിൻ്റെ തുടക്കകാലം മുതൽ നിലനിർത്തുന്നതാണ്. അതായത് ഉള്ളിലൊന്ന് ചിന്തിക്കുക, പുറത്ത് മറ്റൊന്ന് പറയുക. അതിന് എന്ത് തന്ത്രവും, അത് VD സാവർക്ക് നേരത്തെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ശത്രുവിനെതിരെ ചെയ്യുന്ന യുദ്ധത്തിൽ ധർമ്മം നോക്കേണ്ട കാര്യമേ ഇല്ല. ശത്രുവിനെതിരെ നിങ്ങൾക്ക് എന്തുമാവാം. ശത്രുവാണെങ്കിൽ ശത്രുവിൻ്റെ സ്ത്രീകളെ നിങ്ങൾക്ക് ബലാത്സംഗം ചെയ്യാം, അവരുടെ സമ്പത്ത് നിങ്ങൾക്ക് കവർന്നെടുക്കാം, അവരുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കൊല്ലാം. അതിൽ എന്ത് ചെയ്യരുത്? ശത്രുവിനെതിരായ പോരാട്ടത്തിൽ ധർമ്മം, നീതി എന്നിവയ്ക്കൊന്നും ഒരു പ്രസക്തിയുമില്ല എന്ന് VD സാവർക്ക് നേരത്തെ ഹിന്ദുത്വം എഴുതിയ ആളാണ്, ഹിന്ദുത്വം കണ്ടുപിടിച്ച ആളാണ്, അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ നയം തന്നെയാണ് RSS അതിൻ്റെ ചരിത്രത്തിൽ എല്ലാ കാലത്തും പിന്തുടരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ മോഹൻ ഭാഗവതിൻ്റെ പ്രതികരണം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിഷാദ് പറഞ്ഞതുപോലെ വളരെ പുരോഗമനപരമെന്ന് വേണമെങ്കിൽ സംശയം തോന്നിപ്പിക്കാവുന്ന ചില പ്രതികരണങ്ങളാണ്. ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ എല്ലാ പള്ളിയുടെയും താഴെ പോയി ശിവലിംഗം തിരയേണ്ടതില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എന്ന് പറയുന്ന വ്യത്യാസമില്ല, ഇവിടെ എല്ലാവരും ഒന്നുപോലെയാണ്. പിന്നെ ഈ ഹിന്ദു മുസ്ലിം എന്ന വ്യത്യാസത്തിനും അങ്ങനെ വലിയ പ്രസക്തിയില്ല. കാരണം DNA പ്രകാരം നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഇന്ത്യക്കാർ എന്ന ഈ പറയുന്ന സാംസ്കാരിക സ്വത്വത്തിനകത്ത് എല്ലാവരും ഒന്നിച്ച് തന്നെ നിൽക്കുന്നു. ഇതൊക്കെ പുരോഗമനപരമായ ആശയങ്ങളാണെന്ന് തോന്നാം. ഇതങ്ങനെ ദഹിക്കുകയുമില്ല ഈ പറയുന്ന RSSകാർക്ക്. പക്ഷെ അപ്പോഴും മോഹൻ ഭാഗവത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ സർക്കാരുമായി ബന്ധപ്പെട്ടും ആ സംഘടനയുമായി ബന്ധപ്പെട്ടും 2 പ്രശ്നങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഇപ്പോൾ മോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ, അത് മോഹൻ ഭാഗവത് സർസംഘചാലകമായിട്ടുള്ള RSS, ഇവർ രണ്ടുപേരും തമ്മിലൊരു കലഹം, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഇടയ്ക്ക് സൗഹാർദ്ദം എന്നതിനപ്പുറത്തൊരു തലം കൂടെയുണ്ട്. RSSനകത്ത് മോഹൻ ഭാഗവതിനെ കൂടാതെ ഒരു സമാന്തര അധികാര കേന്ദ്രമായി മോദി മാറിക്കൊണ്ട് ഒരു സമാന്തര സംവിധാനം അവിടെ പ്രവർത്തിക്കുക, സർക്കാരിനകത്ത് മോദിക്ക് സമാന്തരമായി RSSൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു സമാന്തര സർക്കാർ പ്രവർത്തിക്കുക. ഈ 2 സാധ്യതകളും നിലനിൽക്കുന്നതാണ്. ഇപ്പോൾ ഗഡ്കരി എന്ന് പറയുന്നത് മോദിക്ക് വിരുദ്ധമായി RSSന് വേണ്ടി അതേ മോദിയുടെ സർക്കാരിൽ പ്രവർത്തിക്കുന്ന ഒരു സമാന്തര സർക്കാരിലെ മന്ത്രിയാണ്. അതുപോലെ തന്നെ RSSൽ മോദിക്ക് വേണ്ടി സർസംഘചാലകനെ നിഷേധിക്കുന്ന ഒരു ധാരയുമുണ്ട്, ആ ധാരയ്ക്ക് അതിൻ്റേതായ വക്താക്കളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 തലവുമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഈ സർക്കാരിനെ കുഴപ്പിക്കുന്ന ഒരു പ്രതികരണമായി ഇത് വരുന്നില്ലേ? ഇപ്പോൾ വെങ്കയ്യ നായിഡു അതിനെ പിന്തുണയ്ക്കുകയാണ്. ഗഡ്കരിയുടെ പിന്തുണ സ്വാഭാവികമായിട്ടും ഈ നിലപാടിന് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മൾ കണ്ടതാണ്, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട ഘട്ടത്തിലും ഉയർന്ന ശബ്ദം ഒന്ന് വെങ്കയ്യ നായിഡുവാണ്. അന്നും അത് തുടങ്ങി വെച്ചത് ഈ സർസംഘചാലക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ സർസംഘചാലകിൻ്റെ ഏറ്റവും വിശ്വസ്തരായ ആളുകളാണ് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മോദി സർക്കാരിനകത്ത് തന്നെയുള്ള ഒരു മോഹൻ ഭാഗവത് സർക്കാർ, അതിൻ്റെ വ്യത്യസ്തമായൊരു നിലപാടുണ്ട് ഇതിൽ. അപ്പോൾ ഇനിയിപ്പോൾ 4 വർഷമായി മോദി സർക്കാർ ഈ
ആരാധനാലയ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിൽക്കുന്ന വ്യവഹാരത്തിൽ സത്യവാങ്മൂലം നൽകാതെ നീട്ടി കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സഞ്ജയ് ഖന്ന ചീഫ് ജസ്റ്റിസായി ഈ വിഷയം എടുത്തപ്പോഴാണ് അദ്ദേഹം കൃത്യമായി സർക്കാരിന് ഈ പറയുന്ന സമയക്രമം തന്നെ നിശ്ചയിച്ചുകൊണ്ട് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ആ അഫിഡവിറ്റ് എന്താകും? ആ അഫിഡവിറ്റ് ഏറ്റവും നിർണായകമാകും ഈ പറയുന്ന സർസംഘചാലക് പറഞ്ഞ കാര്യത്തിനൊപ്പം നിൽക്കുമോ ഇല്ലയോ എന്ന്. ഒന്നുകിൽ ആരാധനാലയ സംരക്ഷണ നിയമത്തെ പിന്തുണയ്ക്കുന്നതാകണം ആ സത്യവാങ്മൂലം, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നതാകണം. മൂന്നാമതായി ഇതൊന്നുമല്ലാത്തൊരു അവ്യക്തത നിലനിർത്തണം. ഇതൊന്നും എൻ്റെ വാദമല്ല, ശേഖർ ഗുപ്തയെ പോലൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ്റെ നിരീക്ഷണങ്ങളാണിത്. അപ്പോൾ അത് പക്ഷേ വളരെ പ്രധാനമാണ്. അപ്പോൾ അതിനകത്ത് ഒരു ആംബിഗ്വിറ്റി നിലനിർത്തുകയാണോ ഇവർ ചെയ്യുക, അതല്ല ഇതിനെ എതിർക്കുകയാണോ ചെയ്യുക, അതല്ല ഇതിനെ അനുകൂലിക്കുകയാണോ ചെയ്യുക? ഇത് നമുക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ കഴിയും. അവിടെ മോദിയുടെ സർക്കാർ അതോ RSSൻ്റെ സമാന്തര സർക്കാരോ ഏതാണ് ആ വിഷയത്തിൽ വിജയിച്ചിരിക്കുന്നത് എന്നതും വ്യക്തമാകും. അതുപോലെ തന്നെയാണ് ഈ RSSുമായി ബന്ധപ്പെട്ടൊരു സമാന്തര സംവിധാനമുള്ളത്. ഇപ്പോൾ മോഹൻ ഭാഗവത് പറയുകയാണ്, ഇനിയിപ്പോൾ ഈ പറയുന്ന ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ പ്രക്ഷോഭങ്ങളിലൂടെ പുതിയ ഹിന്ദു നേതാക്കന്മാർ ഉണ്ടാകേണ്ടതില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതിനകത്ത് കൃത്യമായ സൂചനകളുണ്ട്. ഏതൊക്കെ കലാപങ്ങളിലൂടെയാണ് വലിയ നായകന്മാരായി ഇപ്പോൾ നേതാക്കന്മാരിരിക്കുന്നത്, അങ്ങനെ കലാപത്തിലൂടെ ഇനി ഒരു പുതിയ നായകൻ ഉണ്ടാകാനായിട്ട് വരേണ്ട. ഇപ്പോൾ 2002 കൃത്യമായി ഉദാഹരിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ മറിച്ച് എന്താണ് ചെയ്യുന്നത്? ഈ മോഹൻ ഭാഗവതിനെ നിരന്തരം നിരസിക്കുന്ന ഒരു ശബ്ദമുണ്ട് എന്നത് വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനീ പറഞ്ഞില്ലേ, ശേഖർ ഗുപ്തയുടെ ഈ ലേഖനത്തിൽ ഗുപ്ത പറയുന്നൊരു കാര്യമുണ്ട്. 2022 RSSകാരെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോഹൻ ഭാഗവത് പറഞ്ഞിട്ടുള്ളതാണത്രേ ഈ എല്ലാ പള്ളികളുടെയും താഴെ പോയി ശിവലിംഗം തിരയേണ്ട എന്ന്. അതിനുശേഷമാണ് ഈ സമ്പലും അജ്മീറും ഒക്കെ വരുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണത്? അപ്പോൾ മോഹൻ ഭാഗവത് 22 പറഞ്ഞത് കേൾക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? അതേ 22 തന്നെ ഒരു നവംബർ മാസം ഇദ്ദേഹം പറയുകയാണ് ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ല, DNA പ്രകാരം നമ്മളെല്ലാവരും ഒന്നാണ്. അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ അജിംസ് പറഞ്ഞ ഒരു വാചകം പ്രധാനമാണ്. ഈ പറയുന്ന ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ആ വാചകം, അത് സിവിലൈസേഷണൽ ജസ്റ്റിസ് എന്ന് പറയുന്നതാണ്, അല്ലേ? അജിംസ് പറഞ്ഞതും അതാണ്. നമ്മുടെ ഭരണഘടനയിലുള്ളത് എന്താണ്? അത് ഭരണഘടനാപരമായ നീതിയാണ്, അല്ലാതെ സാംസ്കാരിക നീതിയല്ല, സംസ്കാരവുമായി ബന്ധപ്പെട്ട നീതിയല്ല. ഇവരെന്താണ് പറയുന്നത്? സംസ്കാരവുമായി ബന്ധപ്പെട്ടൊരു നീതി നിഷേധം ഉണ്ടായിട്ടുണ്ട്, സംസ്കാരവുമായി ബന്ധപ്പെട്ടൊരു നീതിയാണ് നടപ്പാക്കപ്പെടേണ്ടത്. അതെന്തിനെ നിഷേധിക്കലാണ്? ഭരണഘടനയെ. ആ ഭരണഘടനയെ സുസ്ഥിരമാക്കി നിർത്തുന്ന ഏത് ഘടകമാണ് രാജ്യത്തെ? അത് പരമോന്നത കോടതിയായ സുപ്രീം കോടതിയാണ്. അതിനെ നിഷേധിക്കലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് മാത്രമല്ല, RSS ഇങ്ങനെ പറഞ്ഞിട്ടും, RSSൻ്റെ തലതൊട്ടപ്പൻ പറഞ്ഞിട്ടും ആളുകളെല്ലാവരും ഇങ്ങനെ ഇറങ്ങുകയാണ്. ഒരാൾ ഒരു വ്യവഹാരവുമായി പോകുന്നു, അതൊരു പ്രാദേശിക യൂട്യൂബ് ചാനലിൽ വരിക, അതുമായി ബന്ധപ്പെട്ട് പിന്നെ തർക്കവിതർക്കങ്ങൾ ഉണ്ടാവുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അത് മുഖ്യധാരയിലെ പറയുന്ന ഈ ദൃശ്യമാധ്യമങ്ങൾ അത് ചർച്ചയാക്കുക, അതിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി പോരാടുന്ന വിഭാഗങ്ങൾ ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ RSS എവിടെയാണോ ആളുകളെ നിയന്ത്രിക്കുന്നത് അതിൻ്റെ കൈപ്പിടിയിൽ നിന്നും മാറി വേറെ കുറേ ആളുകൾ RSSൻ്റെ അജണ്ട നിശ്ചയിക്കുന്നു, അവരെല്ലാവരും RSSന് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കുന്നു. ഇത് ആർക്കെതിരെയുള്ള വെല്ലുവിളിയാണ്? എന്താണോ സർസംഘചാലക് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു വെല്ലുവിളിയുമാണ്. ഇതിലേത് ധാരകളാണ് വരുന്ന ആളുകളിൽ വിജയിക്കാൻ പോകുന്നത്? RSSനകത്തുള്ള മോദി അനുകൂലിക്കുന്ന ഈ പറയുന്ന ധാരയാണോ, അതോ മോദിയുടെ സർക്കാരിലുള്ള സർസംഘചാലകിനെ അനുകൂലിക്കുന്ന സമാന്തര സർക്കാരാണോ വിജയിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഇത് ഒരു സംയോജിതമായ തന്ത്രമാണോ, അതോ ഇത് വളരെ വിസിബിളായിട്ടുള്ള ഒരു റിഫ്റ്റാണോ, അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. നാളെ ഇരിക്കാം. നമസ്കാരം.